ഭർത്താവിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എപ്പോഴും വഴക്കടിക്കുന്ന ഒരു PCOD പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. ഒപ്പിയിൽ വരുന്ന ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ ഇവൾക്ക് വല്ലാത്ത മൂഡ് സ്വിങ്സ് ആണ്, എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എന്തിനാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാവോ? ആദ്യം ഞാൻ പറയുന്നത് PCOD പേഷ്യൻസിനോടാണ്. നമ്മൾക്ക് ഉണ്ടാകുന്ന ഹോർമോൺ ഇറഗുലാരിറ്റീസും മൂഡ് സ്വിങ്സും കാര്യങ്ങളെ പറ്റിയും ഒന്നും അത്രത്തോളം അവെയർ ആയിരിക്കണം എന്നില്ല നമ്മുടെ പാർട്ട്ണർ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും അവരോട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ അൺസ്റ്റേബിൾ ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നീങ്ങുന്നതിന് പകരം ഇത് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഈ ഹോർമോൺ ഇറഗുലാരിറ്റീസിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ്സും ഡെയിലി 1/2 to 1 hour വർക്ക്ഔട്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങളുടെ മൂഡ് സ്വിങ്സും എക്സ്പ്ലോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഹോർമോൺ ലെവൽസിൽ ഹാപ്പി ഹോർമോൺസ് വളരെ കുറവായിരിക്കും PCOD പേഷ്യന്റ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടാവുന്നത്, നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ട് തന്നെ ഹാപ്പി ഹോർമോൺസ് കൂടുന്ന ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. പൊതുവെ PCOD പേഷ്യൻസിന് എല്ലാത്തിനോടുള്ള താല്പര്യം കുറഞ്ഞ വല്ലാത്തൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അത് ഒഴിവാക്കി എന്തെങ്കിലും നിങ്ങളുടെ ഹോബീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ഡെയിലി ഒരു 10-15 മിനിറ്റ് എങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരോടാണ്. നിങ്ങളുടെ വൈഫിനെ അക്സെപ്റ്റ് ചെയ്യുക. അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ അവരുടെ അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്.